നല്ല നമസ്കാരം. ഇത് രാജ സാബ്, പ്രഭാസിൻ്റെ ഏറ്റവും പുതിയ സിനിമ. പ്രഭാസ് 2-3 വർഷം കഴിഞ്ഞിട്ടാണ് ഓരോ സിനിമ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം പ്രതീക്ഷയോടെയാണ് ഞാൻ ഈ സിനിമ കാണുന്നത്. നമുക്ക് അതിൻ്റെ ട്രെയിലർ ഇപ്പോൾ റിലീസായിട്ടുണ്ട്. അത് കണ്ടിട്ട് വന്ന് ബാക്കി തള്ളി മറിക്കാം. ഓക്കെ. മലയാളം എവിടെ? തമിഴ്, തെലുങ്ക്, ഹിന്ദി, മലയാളം താഴെയാണല്ലോ. ദൈവമേ, 3 മിനിറ്റ് 34 സെക്കൻഡ്. കണ്ണടച്ച എങ്ങനെയാ കാണുന്ന? പിന്നെ നിന്റെ ബ്രെയിൻ എന്റെ കമാൻഡ്സ് മാത്രമേ ഫോളോ ചെയ്യൂ. ഊഴിക്കടകാൻ മണ്ണ് കൊണ്ടുള്ള കളിയാണല്ലോ. രാജാ പാട്ടാണല്ലോ. എൻ്റെ അമ്മേ, വീണ്ടും പോയി കടകാൻ. മണ്ണാണ് ഉദ്ദേശിക്കുന്നത്. വീണ്ടും മണ്ണോ? ഈ പെണ്ണിനെ അറിയല്ലോ, അതിന്റെ ഗെയിമിലാ നായിക. ഈ പെണ്ണിനെ അറിയല്ലോ, അത് പഴയ നടിയല്ലോ. ഇതൊരു അഗർവാൾ. നമ്മുടെ കൊച്ച്. നായികമാര് 3. ജനുവരി 9. എൻ്റെ മോനെ, ചീങ്കണ്ണിയൊക്കെ പറന്ന് കളിക്കുന്നു. എന്തൊന്നുണ്ട് ഗ്രാഫിക്സ്. എന്തൊന്നും GFX ഉണ്ടായിട്ടില്ലേ? കൊള്ളാലോ. പൂഴിക്കടകനാണല്ലോ ഫുള്ള്. മാരുതി. പിള്ളേറിലാണല്ലോ. ഇതാണെന്ന് തോന്നുന്നു രാജ സാബ്. ഡബിൾ റോണാണോ? ഡബിൾ റോൺ. അയ്യോ, നായികമാരെല്ലാം ഭൂമിയിൽ, ബാക്കിയെല്ലാവരും ഏറുന്നു. അയ്യോ, കൊടൂരം. അതിലുപരി ഒരു മലങ്കൾട്ടാകാനാണ് സാധ്യത കൂടുതൽ. എനിക്കിത് കണ്ടിട്ട് തോന്നിയതാണ്. ഒറ്റ വാക്കിൽ കണ്ടപ്പോൾ പെട്ടെന്ന് മനസ്സിൽ തോന്നിയത് കൊടൂരം. ഇത് ഈ തെലുങ്കന്മാർക്കുള്ളൊരു കുഴപ്പം ഇതാണ് കേട്ടോ. ഈ സിനിമയ്ക്ക് പണം ഇറക്കത്തില്ല. ഇവന്മാർ ഉള്ള സ്റ്റാർസിനെ മുഴുവൻ വലിച്ചു കയറ്റിയിട്ട് സിനിമയ്ക്ക് വേണ്ടി പൈസ ഇറക്കാതെ സ്റ്റാർസിനെ വലിയ സ്റ്റാർസിനെ കൊണ്ടുവന്ന് തിരികെ കയറ്റിയിട്ട് പിന്നെ സിനിമയ്ക്ക് ആവശ്യമുള്ള പണം ഇറക്കാതെ സിനിമയെ വലിയ ബഡ്ജറ്റ് സിനിമ എന്ന് പറഞ്ഞിട്ട് തള്ളി അങ്ങ് മറിക്കും. എന്നിട്ടാണെങ്കിൽ 8 നിലയിൽ പൊട്ടുന്ന സമയത്ത് കിടന്ന് കൈയും കാലും ഇട്ട് അടിക്കും തെണ്ടികൾ. അതേപോലെ തന്നെ ഈ 9-ാം തീയതി, ജനുവരി 9-ാം തീയതി നമ്മുടെ വിജയുടെ സിനിമ കൂടി വരുന്നുണ്ട്, ജനനായകൻ വരുന്നുണ്ട്.
ആ സിനിമ ഈ സിനിമയും കൂടി ക്ലാഷ് ആകാനാണ് സാധ്യത കൂടുതൽ. ഇത് മലങ്കൾട്ടാണെങ്കിൽ അത് കാട്ടപരാധമായിരിക്കും മിക്കവാറും. അതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. കാരണം ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് രാജാ സാഹിബ് ഒരുപക്ഷെ ട്രോളന്മാരെ അവർക്കൊരു ആഘോഷിക്കാനുള്ള ഒരു വക നൽകുന്ന സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ വരാനാണ് കൂടുതൽ സാധ്യത. ഇതിൻ്റെ ഫസ്റ്റ് ടീസർ വന്നപ്പോൾ തന്നെ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ട്രെയിലർ കൂടെ വന്നപ്പോൾ തന്നെ എനിക്കത് തൃപ്തിയായി. അതോടുകൂടി ഇതിൻ്റെ ഒരു പോക്ക് എങ്ങോട്ടാണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലായി. എന്തായിരുന്നാലും സാധനമാണെങ്കിലും തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ പോയി കാണാം. ആദ്യം വിജയുടെ സിനിമ, അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഞാനിത് കൊടുക്കുന്നുള്ളൂ. കാരണം ഇത് രണ്ടും അപരാധവും കാട്ടപരാധവും ആയിരിക്കുമെന്നതിൽ യാതൊരു സംശയമില്ല. എന്തായിരുന്നാലും സഹിക്കാം. ഓക്കെ, ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയൊക്കെ നല്ല ഇതായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ആ കിണറ്റിൽ നിന്നൊക്കെ ഇറങ്ങി വരുന്ന ആ ഒരു സാധനം അല്പം ഇതായിട്ടുണ്ട്, നന്നാക്കാം എന്ന് എനിക്ക് തോന്നുന്നു. അതോടൊപ്പം തന്നെ ചീങ്കണ്ണിയുടെയൊക്കെ കാട്ടപരാധം. പിന്നെ ഒരു ക്രിസ്മസ് ട്രീയുടെ അടുത്ത് നിന്നിട്ടുള്ള ഒരു ഷോട്ട് കൂടെ കാണിക്കുന്നുണ്ട്. അതും ഗ്രാഫിക്സ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അതോ ഇതിൻ്റെ ഷോട്ടിൻ്റെ ഒരു കുഴപ്പമാണെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ ഈ ക്യാമറ ഇത് ആരാണ് ചെയ്തത് ഇത് നോക്കിക്കോട്ടെ, ഒരു മിനിറ്റ്. ഇതിൻ്റെ ക്യാമറ ചെയ്തിരിക്കുന്നത് കാർത്തിക് പലാനി. ബെസ്റ്റ്. വെറുതെ ഒന്നുമില്ല, ഒരു ഗുമ്മ് തോന്നാത്ത അതുകൊണ്ടാണ് ഒരു സാധനം. ക്യാമറ പിന്നെ ട്രീയുടെ അടുത്ത് നിൽക്കുന്ന ക്രിസ്മസ് ട്രീയുടെ അടുത്ത് നിൽക്കുന്ന ആ ഷോട്ട് തന്നെ ഒരുമാതിരി ഒരു ഷോട്ടായിട്ട് എനിക്ക് തോന്നി. അതോടൊപ്പം തന്നെ ഇതിൻ്റെ VFX കൂടെ നോക്കണം. ടേക്ക് ആൻഡ് ഡ്രീംസ് അവരുടെയാണ് VFX. മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോയെന്ന് തോന്നുന്നു ഇത് സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ സിനിമ കയ്യിൽ നിന്ന് പോയതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തായിരുന്നാലും മാരുതി കുറേ കാലങ്ങൾക്ക് ശേഷം ഇതിലേക്ക് വരുന്നത് കൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. പിന്നെ പ്രഭാസും ഒരു 2-3 കൊല്ലം കഴിഞ്ഞിട്ടാണല്ലോ ഈ സിനിമയ്ക്ക് വരുന്നത്. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കാം. അപരാധമാണെങ്കിൽ പോലും നമുക്ക് എന്തെങ്കിലുമൊക്കെ കാണാമെന്ന് ഒരു പ്രതീക്ഷയുണ്ട്. എനിക്ക് ഒരു ചെറിയൊരു പ്രതീക്ഷയുണ്ട്. ഇവന്മാർ വല്ല ഇംഗ്ലീഷുകാരന്മാരെയൊക്കെ വിളിച്ച് ചെയ്താൽ പോരെ. ഇതെന്തിനാണ് ഇവന്മാർ ഇവിടെ കിടന്ന് ഇട്ടാവട്ടാൻ കളിക്കുന്നതിന്? എന്തായിരുന്നാലും ബഡ്ജറ്റുണ്ട്, അപ്പോൾ അതനുസരിച്ചിട്ട് പൈസ അതിനു വേണ്ടി ചിലവാക്കണം. എന്തിനാണോ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇത്തിരി സ്റ്റാൻഡേർഡായിട്ട് ചെയ്യും. കാരണം 3-4 വർഷമൊക്കെ എടുത്തിട്ടാണ് ഒരു സിനിമ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നന്നായിട്ട് നല്ല സ്റ്റഫ് കാഴ്ചക്കാരന് കൊടുക്കണം. അതാണ് അതിൻ്റെ ഒരു അന്തസ്സ് എന്ന് പറയുന്നത്. ഈ സഞ്ജയത്താണെങ്കിൽ ഇപ്പോൾ സൗത്ത് ഇന്ത്യൻ മൂവീസിലാണല്ലോ ഫുള്ള്. ഇയാൾക്ക് വേറെ ഒരു സിനിമയില്ല, ഹിന്ദി സിനിമയൊന്നും അവസരമൊന്നും ഇല്ല ഇപ്പോൾ. ഏത് സൗത്ത് ഇന്ത്യൻ മൂവി വന്നാലും അതിലെല്ലാത്തിലും വില്ലനായിട്ട് വരികയാണ്. വേറെ ഒരു ജോലിയും ഇല്ലടേ ഇങ്ങർക്ക് ഈ അത്രയ്ക്കും പണത്തോട് അത്യാർത്ഥിയാണ്. പിന്നെ നമ്മുടെ മലയാളി മാളവിക മോഹനുണ്ട്. അതോടൊപ്പം തന്നെ നിധി അഗർവാൾ ഉണ്ട്. ഇറങ്ങാനിരിക്കുന്ന DQൻ്റെ സിനിമയിലുള്ള നായികയാണ് ഋത്തിക് കുമാർ. സമുദ്രക്കന്യുണ്ട്, സെറീന വഹാബുണ്ട്. ഓക്കെ, മൊത്തത്തിൽ ഒരു വലിയ ആർട്ടിസ്റ്റുകളുള്ള ഒരു സിനിമ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. സിനിമ ഇനി എങ്ങനെ ഉണ്ടാകും, ഇതിൻ്റെ ഗ്രാഫിക്സും ക്യാമറയും എനിക്ക് പൊതുവെ ഇതിൻ്റെ കണ്ടിട്ട് എനിക്കിപ്പോൾ ടീസറും ട്രെയിലറും രണ്ടും കൂടി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് അത്ര സൂചിച്ചില്ല. ഇനിയിപ്പോൾ സിനിമ കാണുമ്പോൾ ചിലപ്പോൾ സിനിമയിൽ ഇതിനേക്കാളും നല്ല എന്തെങ്കിലും ആയിരിക്കും പണി വെച്ചിരിക്കുന്നത്. അപ്പോൾ വളരെ പ്രതീക്ഷ കൂടി തന്നെ നമുക്ക് അത് കണ്ട് രസിക്കാം. ഓക്കെ, താങ്ക് യു.